നിങ്ങൾക്കൊന്നും കളി അറിയാൻ പാടില്ല മണ്ടന്മാരെ. റീൽസും കണ്ടോണ്ട് കരച്ചില് കഴിഞ്ഞോടാ. ഇവരും കരയും, ഒക്കെ വിളിക്കും. ഉറപ്പല്ലേ? കോട്ടിട്ടുണ്ടോ വന്ന് ഇരുന്നിട്ട് കാര്യമില്ല. നീയൊക്കെ ആദ്യം പോയി കളി കാണടാ. നീ സീസണിങ് ആയിട്ട് വന്നവനല്ലേടാ. നിന്നെ പറയും. കളിച്ചാ പോലും സ്പെയിനിന് ഫൈനലിൽ ജയിക്കാൻ പറ്റൂല. അവൻ ഇനി വരില്ലേ? നാണം കെട്ടവനൊക്കെ ഇനി അടുത്തവണ കയറി വരും. സീസണിൽ വരും. ഇങ്ങനെ അർജന്റീന ജയിക്കാൻ പോകുമ്പോ വരും. അതുകൊണ്ട് പുള്ളിക്ക് FBI-കാർക്കൊന്നും ആർക്കും ഒന്നും അറിയത്തില്ല. അവര് വെറുതെയാണ് ഇങ്ങനെ അർജന്റീന കപ്പടിക്കാൻ പോവാണല്ലോ എന്ന് ഓർത്ത് ഇതുപോലെ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന കുറച്ച് ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും കൂടെ ഇങ്ങനെ 300 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോ FBI വരും, കേസെടുക്കും. ഇതൊക്കെയാണ് ഇത് വളരെ മോശമായ ഒരു പ്രവർത്തി. എന്ത് കാണിക്കുന്നത്? കൊടി കത്തിക്കുന്ന. ഹലോ, എക്സ്ക്യൂസ് മീ. അപ്പൊ വീണ്ടും അർജന്റീന കേസ്. അർജന്റീനയുടെ ഒരു കേസ് ഞാൻ കേൾപ്പിച്ചു തരാവേ. ഇപ്പൊ വയ്ക്കാം. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ അർജന്റീന ബ്രസീൽ ഫാൻസ് തമ്മിൽ ഏറ്റുമുട്ടൽ. വാട്സാപ്പ് ഗ്രൂപ്പിലെ തർക്കമാണ് ആക്രമണത്തിലെത്തിയത്. ബ്രസീൽ ആരാധകരെ മർദ്ദിച്ച ശേഷം വീടും അടിച്ചു തകർത്തു എന്നതാണ് പരാതി. മുജീബാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അതെ, ഫുട്ബോളുമായി ബന്ധപ്പെട്ട വീറും ഭാഷയും വളരെ പ്രകടമാണ്. നമ്മുടെ തെരുവുകളിലും സ്ഥലങ്ങളിലും ഒക്കെ ഫ്ലെക്സുമായിട്ടും മറ്റു രീതിയിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇപ്പോൾ ഒരു കയ്യാങ്കളിയിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. കോഴിക്കോട് ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കുറ്റിക്കാട്ടൂരിൽ ഫുട്ബോൾ ആരാധകർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ 16-ം തീയതി നടന്ന മത്സരത്തെ തുടർന്നുണ്ടായ പോസ്റ്റുകളാണ് ഈ തർക്കത്തിന് കാരണം. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ തുടങ്ങിയ തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. ബ്രസീൽ ആരാധകനായിട്ടുള്ള കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സാനിഷിനാണ് മർദ്ദനമേറ്റത്. സാനിഷിനെ നിഖിൽ രഞ്ജിത്ത് എന്ന പേരുള്ള 2 അർജന്റീന ഫാൻസിന്റെ പ്രവർത്തകർ വന്ന് മർദ്ദിച്ചുവെന്നാണ് സാനിഷ് പരാതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും അതിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെ ഈ വാട്സാപ്പിൽ ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോൾ ഇവിടെ ഫാൻസ് എല്ലാവരും കൂടെ വലിയ മർദ്ദനമാണ്. ഇത് മാത്രമല്ല, കുറച്ച് മർദ്ദനങ്ങളും കൂടെ കാണിച്ചു തരാവേ. അപ്പൊ എന്താണെങ്കിലും കളിയായിട്ട് കാണണം, അല്ലാതെ ഇത് എന്തുവാടെ എന്നിട്ട്. അപ്പം ഇത് മാത്രമല്ല, വേറെയും കുറച്ച് സീനോട്ട് കാണിച്ചു തരാവേ. ന്യൂസ് കണ്ടായിരുന്നോ? മൈക്ക് തീറ്റാന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. അടുത്ത ഫാൻസിന്റെ ഒരു പരിപാടി ഉണ്ടോ? ഇന്നോണ്ടിരിക്കുന്ന കാര്യം വളരെ മോശമായ പ്രവർത്തി. എന്ത് തെണ്ടിത്തരടാ കാണിക്കുന്നത്? കൊടി കത്തിക്കുന്ന. മൈക്കെടുത്ത് ഫ്രണ്ടിന് പകരം. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഏതൊരു മാച്ച് ആണെന്നുണ്ടെങ്കിലും ശരി, മറ്റുള്ള കൺട്രീസിന് ഇങ്ങനെ വളരെയധികം തരം താഴ്ത്തി സംസാരിക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കൺട്രിയുടെ കൊടി കത്തിക്കുക, അതേപോലെ തന്നെ അവരുടെ കൊടിയിൽ തുപ്പിയിടുക, പിന്നെ അത് ചവിട്ടി മെതിക്കുക, അതൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നില്ലേ? ഇപ്പോൾ അത് ഞാനോർത്ത് പുറം രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിലും തുടങ്ങിയേക്കുക. എന്നാലോചിച്ച് നോക്കണേ. വീഡിയോ നീ തിന്നൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. വേറെ ഒരെണ്ണം കാണിച്ചു തരാവേ. അതായത് കൊടി കത്തിക്കുന്ന കാണിച്ചിട്ടില്ലല്ലോ, കാണിച്ചു തരാം. കണ്ടായിരുന്നോ ഇത്? കൊടി കത്തുന്നത് കണ്ടായിരുന്നോ? ഇതൊക്കെയാണ് മനസ്സിലാവാത്തത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. വേറൊരു സംഭവം കാണിച്ചു തരാം. എവിടാ ഇത് നോക്കിക്കേ. അയ്യോ ശരി, അവർ രണ്ടുപേരും അന്തം വിട്ടിക്കുക. ഇതെന്താ പരിപാടി? കാരണം അർജന്റീന ഗോൾ അടിച്ചാലേ ഗോൾ ആവുള്ളൂ. വേറെ ടീമൊന്നും ഗോൾ അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ റഫർ ചെയ്യോ? പുള്ളി എന്തിനിരിക്കുക?
വേറൊരെണ്ണം കണ്ടായിരുന്നാടാ ഇത് കണ്ടോ? ഇവര് ബോളിനെ അല്ല ടാർഗറ്റ് ചെയ്യണത്, ഇവര് ആൾക്കാരുടെ കയ്യും കാലും കഴുത്തൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആണ്ടാ ഇവരുടെ ടീമില് നീഗ്രോയിഡ്സ് ആരും ഇല്ലല്ലോ. ഇല്ല, എല്ലാരും വെളുത്ത ആൾക്കാരാണ്. ഇതൊക്കെ എന്താ സംഭവം? ഈ സമയത്തൊന്നും ആരും കണ്ടില്ലായിരുന്നു. അതാണ് ഇത് കണ്ടോ ഈ ഒരു സംഭവം? ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് എല്ലാരും പറയുന്നത് എന്താ പറയാ, കരയുവാണ്. പിന്നെന്താടാ പറയുന്നത്? കരഞ്ഞോണ്ടിരിക്കുവാണ്. കളി നമുക്കറിയില്ല. പിന്നെ ഒരു സംഭവം കൂടെ പറയൂലോ, നമ്മുടെ സീസണിങ് ആയിട്ട് വരുന്ന, അതായത് മാമ്പഴമൊക്കെ പഴുക്കുന്ന പോലെ സീസൺ മാത്രം കാണുന്ന ആൾക്കാരെ. അതല്ലേലും ഈ അർജന്റീന ഫാൻസ് രാഷ്ട്രീയം വലിച്ചിടുന്നത്. ആ അത് തന്നെ. വേറൊരു സംഭവം കാണിച്ചുതരാം. അവിടെ ഇത് നോക്കിക്കേ. ഏത് മൈതാനത്തും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ കഴിയുന്ന ഫുട്ബോൾ മിശിഹായും ഏത് വീഞ്ഞിനെയും വെള്ളമാക്കി മാറ്റാൻ കഴിയുന്ന റഫറിയും ചേരുമ്പോൾ അർജന്റീന ലോകകപ്പിന്റെ ക്വാർട്ടർ ബെർത്ത് ഉറപ്പിക്കുകയാണ്. വിശദമായി ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം ഇപ്പൊ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ശരിക്കും ഫിഫയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാവോ? ഫിക്സഡ് ഇറ്റ് ഫോർ അർജന്റീന. അർജന്റീന പോയി ഫിക്സഡ് ഇറ്റ് ഫോർ അർജന്റീന, ഈ രീതിയിലൊക്കെ ആയി മാറിയേ. എന്നാലും ഇവര് ഓക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഇവര് നമ്മളെ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ പ്രശ്നമില്ലേ. ഇവര് ഫുള്ള് പറയുന്നത് അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് താഴ്ത്തി പറയുന്നതും പ്രശ്നമില്ല. ഇതിപ്പോ കണ്ടില്ലേ, വീട്ടിൽ കയറി വീട് കത്തിക്കുക, വണ്ടി കത്തിക്കുക, വീടടിച്ച് പൊട്ടിക്കുക, ആ രീതിയിലേക്കൊക്കെ ആയി ഇപ്പം. എന്ത് ഭ്രാന്ത്? വേറെ ടീംസിനൊന്നും ഇല്ലല്ലോ ഇത്രയും ബുദ്ധിമുട്ട്. ഇതാരാടാ? Argentina! Vamos! Argentina! Vamos! Argentina! Argentina Messi! Messi! ടീച്ചറോ? മെസ്സി മുത്താണ്. ഞങ്ങളുടെ പേരെയാണ്. ഓക്കേ ബൈ ബൈ. അടുത്ത് വേറെ കാണിച്ചരേ. ഇത് കാണുന്നുണ്ടോടാ? ഫുട്ബോൾ കളിയിൽ ഫൗൾ ഉണ്ടാവും. ഫുട്ബോൾ കളിയിൽ നമ്മൾ ഫൗൾ കാണാറുണ്ട്, പക്ഷെ ഇത് ഫൗള് എന്ന് പറയാൻ പറ്റില്ല. ഇത് അക്രമം, ഇത് ഗുണ്ടായിസം, അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെയാണ് ഫുട്ബോൾ കളി നമ്മൾ കാണുന്നത്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പറഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റില്ല. എന്തായാലും ഇവര് പറയുന്നത് ഇവരാണ് നല്ലത്, ഇവരാണ് മികച്ച ആൾക്കാർ എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഇവരോട് നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കണ്ടില്ലേ ഈ ക്ലിപ്സ് ഒക്കെ? ഗോളിനേറ്റ് പ്രശ്നം ഉണ്ടാക്കുന്നത്, കഴുത്ത് പിടിച്ച് ഉന്തിടുന്നത്, എന്നിട്ട് ഇവർ വീണ്ടും ന്യായീകരിക്കണം അർജന്റീനിയൻ ഫാൻസ്. ഞങ്ങൾ എന്താ ചെയ്ത്? നിങ്ങൾക്ക് നാണുണ്ടോ? എനിക്ക് നാണം വേണം. നിങ്ങൾ എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അക്രമത്തിന്. നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഫുട്ബോളെല്ലാം കാണുന്നത്. ഫാൻസ് മെഴുകിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഇവര് മെഴുകുന്ന ഒരു അന്തന്മാരാണ്. കളി കാണണല്ലോ, ബ്ലൈൻഡ് ആയിട്ടുള്ള മെസ്സിയുടെ നിഴല് കണ്ടാ മതി. തെറിയ കേൾക്കാം, അതൊന്നും വിഷയമാക്കണ്ട. ഇവർക്ക് ശരിക്കും ഉണ്ടല്ലേ ഇത്രേ ഉള്ളൂ സംഭവം. അതായത് ഇവരിൽ തന്നെ നിനക്കൊരു കാര്യം അറിയാവോ, ഇവരിൽ തന്നെ പല ആൾക്കാർക്കും, അർജന്റീന ഫാൻസ് പല ആൾക്കാർക്കും തന്നെ അർജന്റീന ചെയ്യുന്നതിൽ ഒരുപാട് ഫൗൾ ഉണ്ടെന്ന് അറിയാം. ശരിക്കും ഫുട്ബോളിനെ സ്നേഹിക്കണവര് ഇവന്മാർ അങ്ങനെയല്ല. ഇവന്മാർക്ക് മെസ്സി എന്ന് പറയുന്ന ഒരാളെ ഡിപ്പെൻഡ്, അല്ലാണ്ട് ഒരു പുള്ളി എന്ത് ചെയ്യുന്നു അതൊക്കെ ഇവർക്ക് മാസാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുവാണേ. അപ്പോൾ ഉണ്ട് കുറച്ച് ഗ്യാങ് അവിടെ നിന്നിട്ട് അർജന്റീന കാര്യങ്ങളൊക്കെ കുറെ സംസാരിക്കുന്ന അർജന്റീന ഫാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും വലിയ കാര്യത്തിൽ വീഡിയോ എല്ലാം ഇട്ടായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പം എന്തായി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് എന്നെ കളിയാക്കുന്നുണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഒരു 4-5 പേര് മിണ്ടാതെ മാറി അർജന്റീനയുടെ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ ഇത് മിണ്ടാൻ പാടില്ല, എന്തെങ്കിലും പറഞ്ഞുകൂടെന്ന് ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നത് അറിയാം, അല്ല ഫൗള് കാണിക്കുന്നത് ഉള്ളതാണെന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാം, അതുകൊണ്ട് പറയാനായിട്ട് അവർക്ക് വാങ്ങുന്നില്ല. ഈ സത്യം പറഞ്ഞ അർജന്റീനയുടെ ജേഴ്സി മേടിച്ചു അതിന്റെ പേര് മാത്രം നിന്നിട്ട് ഇങ്ങനെ ചുമ്മാ അർജന്റീന വിളിക്കുന്നവരാ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാർക്കും അറിയാട്ടോ, ചെയ്യുന്നതിൽ ഒരുപാട് ഫൗളുണ്ട്, ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെങ്കിൽ വെറുതെ ഇപ്പം കേസായി എന്നൊക്കെ പറഞ്ഞ ന്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നത് അവർക്കും ഭ്രാന്താണോ? അവർക്കും കളി അറിയത്തില്ലേ? അവരും സീസണിങ് ആയിട്ട് വന്നവർ തന്നെയാണോ? അതെനിക്ക് മനസ്സിലാവാത്തത്. ഏത് അർജന്റീന എതിർത്ത് ആര് പറഞ്ഞാലും ഇപ്പൊ ഇതിന്റെ താഴെ ഉറപ്പായിട്ടുണ്ടാവും കേട്ടോടാ, ഉറപ്പായിട്ടുണ്ടാവും. എന്നാ പൊട്ടാ കോട്ടിട്ടോണ്ടിരിക്കും, തന്തക്കും തള്ളക്കും മുത്തിക്കും ഒക്കെ വിളിക്കും, ഉറപ്പല്ലേ. കോട്ടിട്ടുണ്ടെന്ന് ഇരുന്നിട്ട് കാര്യമില്ല. നീയൊക്കെ ആദ്യം പോയി കളി കാണടാ. നീ സീസണിങ് ആയിട്ട് വന്നവനല്ലേടാ, നിന്നെ പറയും. ഉറപ്പുള്ള കേസാ. കാരണം ഇവരുടെ ഫാൻസ് എല്ലാവരും മെയിൻ ആയിട്ടും അന്തം ഫാൻസ് ആണ്. കണ്ണടച്ച് വെറുതെ മെസ്സി അത് അവർക്കും അറിയാടാ. കുറെ ഫൗൾ ഉണ്ടെന്ന് കുറെ പേർക്കൊക്കെ അറിയാം, പക്ഷെ അവര് സമ്മതിക്കൂല.
കുറച്ച് പേരൊക്കെ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ അർജന്റീന ഫാനാണ്, പക്ഷെ ഇന്ന മാതിരി ഇതാണെന്ന് കുറച്ച് പേര് വന്ന് ജെനുവിനായിട്ട്. കുറച്ച് പേര് ജേഴ്സി വാങ്ങിച്ചതിന്റെ പേരിൽ ഇനിയിപ്പോൾ 500 രൂപ വെറുതെ കളയണ്ടല്ലോ എന്നും കരുതി അതും വെല്ലുവിളിച്ച് കിടപ്പുണ്ട്. അതാണ് ഇവരുടെ പരിപാടി. വേറെ ഒരു ട്രോള് ഞാൻ കാണിച്ചു തരട്ടെ, നോക്കിക്കേ. എന്റെ തരം കാണിക്കരുത്, എന്തിനൊരു നേരുന്നറിയൊക്കെ വേണം, പക്ഷെ ജയിക്കുന്നത് കളിച്ചിട്ടായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലെന്നേ, ജയിക്കാൻ വേണ്ടി ഒരു കളി, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കണ്ടാ അത്രയുള്ള സംഭവം. നീ അത്രയൊക്കെ കണ്ടാ മതിയടാ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാ. ഓക്കെ, ദേ അടുത്ത് കാണിച്ചു തരാവേ. ഇപ്പൊ ഈ ഒരു ട്രോൾ കണ്ടില്ലേ, അടുത്തൊരു ട്രോള് കണ്ടോ? അർജന്റീന ഫൗള് വെച്ചാൽ റഫറിന്റെ കണ്ണിൽ കുരുവാണേ, കണ്ണിൽ കുത്തിയ ചന്തിമ ചവിട്ടിയാൽ ഫാൻസിനതൊക്കെ ശരിയാണേ, അപ്പുറത്തോന്റെ ടൗസർ കീറിയാലും മൊട്ടക്ക് ബിസിനസ് ലാഭാണേ, എതിരാളിന്റെ കാല് ചവിട്ടിപ്പീക്കി പന്തെടുക്കുന്നത് റൂളാണേ, റൂളാണേ, നല്ല റൂളാണേ, മൊട്ടക്കാക്ക മെല്ലെ കൂട്ടിച്ചേർത്തൊരു റൂളാണേ. കണ്ട, എല്ലാവരും ട്രോളി തുടങ്ങി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിന് ഇത്രയും സീൻ ഉണ്ടായിരുന്നില്ലല്ലേ? ഇത് ഭയങ്കരമായി. കഴിഞ്ഞ വേൾഡ് കപ്പും സീൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത്രയും ഉണ്ടായിരുന്നില്ലടാ. ഇതാ വേറെ കണ്ടോണേ. ഇതൊന്നും ഇവര് ശരിക്കും ഇതൊക്കെ പറയുമ്പോ ഇവരെന്താ പറയുന്നത്? എന്താ ഇവരെ ഫാൻസ് എന്താ ശരിക്കും പറയുന്നത് ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട്? മെസ്സിയുടെ കാലിൽ ബോൾ വരുമ്പോൾ ഉള്ള സീൻ മാത്രമേ അവന്മാര് കാണുള്ളൂ, ബാക്കി സമയത്തൊക്കെ അവന്മാർ കണ്ണടച്ചിരിക്കും. ബാക്കിയുള്ള സമയത്തുള്ള ഒന്നും ഇവര് പറയുന്നില്ല. ഇതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ പറയുന്ന പറഞ്ഞതിന്റെ താഴേക്ക്, അതായത് വേറെ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിന്റെ എല്ലാത്തിനും താഴെ കുറെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി, അല്ലാതെ അവര് കാര്യങ്ങൾ അറിയില്ല. നോക്ക്, അല്ല ശരിക്കും അറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുവാണേ. ഇതിൽ ശരിക്കും ഇത്തരം ഈ കാണുന്ന ഫൗളുകളൊന്നും നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഈ ഫൗള് കാണിച്ചിട്ട് വീഡിയോ എടുത്തവരൊക്കെ താഴെ കുറേ തെറി വിളിക്കുന്നു, സീസണിങ് ആയിട്ട് കാണുന്നു, ഫുട്ബോൾ ഇഷ്ടമല്ല, ഫുട്ബോൾ അറിയില്ല, അല്ലെങ്കിൽ കുറേ അത് പറയുന്നതല്ലാതെ ഇതിൻ്റെയൊക്കെ റീസൺ എന്താരും പറയാത്ത, എനിക്കതാ മനസ്സിലാവാത്ത. ഇതിൻ്റെയൊക്കെ ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാത്ത ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാമല്ലോ. അതാ സംഭവം. ഒരു പുള്ളി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. സുബിൻ അലി അല്ലേ? ഞാൻ ഇന്നലെ അർജന്റീനയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇംഗ്ലണ്ടിന്റെ അർജന്റീനയുടെ മാച്ച് കഴിഞ്ഞിട്ട് അർജന്റീന പ്ലേയേഴ്സ് രാഷ്ട്രീയ നിലപാടുകളോടുകൂടി ഒരു ബാനർ ഗ്രൗണ്ടിൽ പൊക്കിപ്പിടിച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഫിഫയുടെ റൂൾസ് അനുസരിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, പക്ഷെ അതിനെതിരെ ഫിഫ നടപടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഫിഫയുടെ പ്രസിഡന്റ് ഇന്ന് അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ട്, അത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ മൊട്ടെ, അതെന്തേ ഫൈനലിന് ശേഷം എന്തേ അർജന്റീന പ്ലേയേഴ്സ് ആയിട്ടാണോ അതോ അർജന്റീന ടീം ആയതുകൊണ്ടാണോ? ഇങ്ങനെ ഇതിനേക്കാളും ഫൈനൽ നടത്താൻ നിൽക്കണ്ടല്ലോ, കപ്പങ്ങെടുത്ത് അവർക്ക് കൊടുക്കുക, അതല്ലേ നല്ലത്. റൂൾസ് എല്ലാവർക്കും ഒന്നായിരിക്കണം. അർജന്റീനയ്ക്ക് എതിരെ വരുമ്പോൾ എല്ലാ റൂൾസും മാറുക. ഇതെന്താ ഇന്നലെ ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അർജന്റീന എന്ന് പറഞ്ഞ നാണം കെട്ടവർക്കെതിരെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറെ എണ്ണം വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇന്ത്യയെ ചവിട്ടി മെതിച്ചവരല്ലേ, പറങ്കിപ്പടകളല്ലേ, നീ എന്തിന് പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. എടാ, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നതിന് മുമ്പുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, 2026 കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനും നീയും ഒക്കെ ജീവിച്ചിരിക്കുമ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കറുത്തവരെ അടുത്തിരുത്താത്ത, നീ കറുത്തവനായോണ്ട് നീ കൊരങ്ങനാണ് പോയി സൂവിക്കട എന്ന് പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന അങ്ങനെ ഒരു രാജ്യമായി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അർജന്റീനയ്ക്കെതിരെ ഞാൻ സംസാരിക്കും. ഫുട്ബോൾ കളിയിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടില്ല എന്ന് കമന്റ് ബോക്സിൽ വന്ന് പറയുന്നവന്മാരോട്, ഇംഗ്ലണ്ടിനെതിരെ അർജന്റീന പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ ബാനർ പൊക്കി രാഷ്ട്രീയം കാണിച്ചെങ്കിൽ, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അർജന്റീന ആരാധകർ ഇസ്രായേലിന്റെ കൊടി സ്റ്റേഡിയത്തിൽ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, അത് കണ്ടതുകൊണ്ട് ഞാൻ പറയുക, എന്റെ നിലപാടും ഞാനിവിടെ പറയും. പിന്നെ ചിലര് വന്ന് കമന്റ് ഇടുന്നുണ്ട്, ഇന്ത്യ ഭരിക്കുന്ന ഒരു ഇസ്രായേലിനല്ലേ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന ചാണകം തിന്നികളാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നല്ലേ ഇസ്രായേലിനെ. ഇത് പോടാൻ അറികളെ. ഇതൊന്നുമില്ല ഈ രാഷ്ട്രീയ, അപ്പൊ അവിടെ പറയാൻ പാടില്ല. ഇപ്പൊ കളിച്ചാ പോലും സ്പെയിനിന് ഫൈനലിൽ ജയിക്കാൻ പറ്റൂല, അത് ഉറപ്പാ, അത് ഷുവറുള്ള കാര്യം. അതല്ലേ പറഞ്ഞ ഫിഫന്റെ ഫുൾ ഫോം പറഞ്ഞില്ലേ, ഫിക്സഡ് ഇറ്റ് ഫോർ അർജന്റീന. അത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അർജന്റീനയ്ക്ക് ഉള്ളതാണ് കപ്പ്, അല്ലേടാ? നിനക്ക് ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. ആ മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ, കൊണ്ടുപോട്ടെ, കപ്പിന് വേണ്ടി കൊടുത്തായിരിക്കും ചിലപ്പോ. അവൻ ഇനിയും വരില്ലേ? നാണം കെട്ടവനൊക്കെ ഇനി അടുത്തവണ കയറി വരും. ഇപ്പോ അർജന്റീന ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ഉണ്ട്, ഒരു $300 മില്യൺ ഒരു ഇഷ്യൂ. അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടേ.
ഇത് കാണുന്നുണ്ടോ? ആ ഇതെന്തായിരുന്നു? FBM സീസണലായിട്ട് സീസണിൽ വരും ഇങ്ങനെ ഇങ്ങനെ അർജന്റീന ജയിക്കാൻ പോകുമ്പോ വരും. അതുകൊണ്ട് പുള്ളിക്ക് FBIക്കാർക്കൊന്നും ആർക്കും ഒന്നും അറിയത്തില്ല. അവർക്ക് അറിയില്ല, അവര് വെറുതെയാണ് ഇങ്ങനെ ഇങ്ങനെ അർജന്റീന കപ്പടിക്കാൻ പോവാണല്ലോ എന്ന് ഓർത്ത് ഇതുപോലെ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന കുറച്ച് ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും കൂടെ ഇങ്ങനെ 300 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോ FBI വരും, എന്നിട്ട് കേസെടുക്കും. ഇതൊക്കെയാണ് അതാണ് ഇവർക്കും അറിഞ്ഞൂടാ. ഓക്കെ, നമ്മൾക്കൊന്നും അറിയില്ലല്ലോ. എല്ലാ അർജന്റീനയെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരെ താഴെയുള്ള നിങ്ങൾക്കൊന്നും കളി അറിയാൻ പാടില്ല. മണ്ടന്മാരെ റീൽസും കണ്ടോണ്ട് കരച്ചിൽ കഴിഞ്ഞോടാ. ഇവരും കരയുവാ, അതുവാ ഇവരും കരയുവാടാ. അതാ സംഭവം. അതാ. അപ്പൊ ഇതൊക്കെ എന്താ ശരിക്കും? ഇതിനൊന്നും ഒരു എക്സ്പ്ലനേഷനും ഇല്ല. ഇവര് പറയുന്ന മൊത്തം ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് കപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളത് തന്നെയാ. ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ കളിക്കണ്ട, നിങ്ങൾ സൈഡ് ബെഞ്ച് ഇരുന്നാലും നിങ്ങൾക്കാണ് കപ്പ്. അതെ, ഇറങ്ങണ്ട ഗ്രൗണ്ടിൽ. അയ്യോ ഞാനങ്ങല്ല. എന്നാ പിന്നെ അങ്ങോട്ട്